Good morning, children. All of you take your Hindi textbook. Take lesson part 7. Part 7. ഏഴാമത്തെ പാഠം എടുത്തു വെക്കാം. മിസ് ഒന്നുകൂടെ അത് റിവിഷൻ ചെയ്തു തരുന്നതാണ്. ശ്രദ്ധിച്ചിരിക്കുക. പാഠപുസ്തകത്തിൽ ശ്രദ്ധിക്കുക. വായിക്കാൻ കിട്ടാത്തവർക്ക് ഇപ്പൊ ഈ അവസരം പ്രയോജനപ്പെടുത്താം. ഇതിന് ശേഷം ക്ലാസ് ടെസ്റ്റ് ഉണ്ടാവും. അപ്പോഴേക്കും എല്ലാ കൂട്ടുകാരും എത്തുമല്ലോ. ഓക്കെ. പാഠ് 7. ഈ की मात्रा. ഈന്റെ ചിഹ്നം. ഈ की मात्रा टाइम और लगती है. ഈന്റെ ചിഹ്നം അക്ഷരത്തിന്റെ റൈറ്റ് സൈഡിലാണ് ഇടുന്നത്. വ്യഞ്ജനാക്ഷരത്തിന്റെ റൈറ്റ് സൈഡിലാണ് എഴുതുന്നത്. ഈ की मात्रा. ഈ की मात्रा എവിടെയാണ് ഇടുന്നത്? ലെഫ്റ്റ് സൈഡില് അല്ലെ? വ്യഞ്ജനാക്ഷരത്തിന്റെ ലെഫ്റ്റ് സൈഡിലാണ് ഈന്റെ ചിഹ്നം ഇടുന്നത്. ഈ की मात्रा. ഈന്റെ ചിഹ്നം വ്യഞ്ജനാക്ഷരത്തിന്റെ റൈറ്റ് സൈഡിലാണ് എഴുതുന്നത്. ഫസ്റ്റ് q പ്ലസ് ഈ की मात्रा ഈക്വൽ ടു की. അത് അത്രേ ഉള്ളൂ. അതല്ല അങ്ങനെ വായിക്കണം. q പ്ലസ് ഈ की मात्रा ഈക്വൽ ടു की. ഇത് വായിക്കേണ്ടത് ഇങ്ങനെയാണെന്ന് പറഞ്ഞു തരുവാണ്. q പ്ലസ് ഈ की मात्रा ഈക്വൽ ടു g. ര് പ്ലസ് ഈ की मात्रा ഈക്വൽ ടു രി. ल प्लस ई की मात्रा इक्वल टू ली. प प्लस ई की मात्रा इक्वल टू पी. ഇതാണ് ഇതിന്റെ ചിഹ്നം ഇട്ടത് കണ്ടില്ലേ? അക്ഷരത്തിന് റൈറ്റ് സൈഡിലാണ്. തെറ്റാൻ പാടില്ല. നെക്സ്റ്റ് പഠോ. ഹാത്തി. ഏതൊക്കെ അക്ഷരങ്ങളും ചിഹ്നങ്ങളും വരുമ്പോഴാണ് ഹാത്തി എന്ന് എഴുതുന്നത്? ഹ പ്ലസ് ആ की मात्रा പ്ലസ് ഥ പ്ലസ് ഈ. അതാണ് ഹാത്തി. സാത്തി. എങ്ങനെയാ സാത്തി എന്ന് എഴുതാൻ വരുന്നത്? എങ്ങനെയാ വരുക? സ് പ്ലസ് ആ की मात्रा പ്ലസ് ഥ പ്ലസ് ഈ की मात्रा. ശ്രദ്ധിച്ചോ? ഏതൊക്കെ ചിഹ്നങ്ങളും അക്ഷരങ്ങളും വരുമ്പോഴാണ് ആ വാക്ക് വരുന്നതെന്ന് അവിടെ കാണിക്കുന്നത്. നെക്സ്റ്റ് റീന. രാ പ്ലസ് ഈ की मात्रा പ്ലസ് ന പ്ലസ് ആ की मात्रा. നെക്സ്റ്റ് മീന. എങ്ങനെയാ മീന എന്ന് എഴുതുക? ഡിറ്റേഷൻ ഇടുമ്പോ മിസ് മീന എന്ന് പറയുമ്പം എങ്ങനെ എഴുതും? അറിയില്ല. നമ്മള് മുകളിലോട്ട് നോക്കിയിരിക്കും അല്ലെ? അവിടെ എഴുതിയിട്ടുണ്ടോ നോക്കും. എങ്ങനെയാണ് എഴുതേണ്ടത് മീനാന്ന്? ഫസ്റ്റ് മാ എഴുതി ആ की मात्रा കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാ എഴുതി മീനാന്നുണ്ടല്ലേ? സോറി, മീനാന്ന് എങ്ങനെ എഴുതുന്നേ? മിസ് പറഞ്ഞ തെറ്റിപ്പോയി. മാ എഴുതി ഈ की मात्रा കൊടുത്തു. ഞാ എഴുതി ആ की मात्रा. അങ്ങനെ ആകുമ്പോഴാണ് മീനാന്ന് എഴുതാ അല്ലേ? അതാണത്. നെക്സ്റ്റ് പഠോ അവർ സമച്ചോ. ഇപ്പം 2 അക്ഷരങ്ങളുള്ള വാക്കാണ് പഠിച്ചത്. ഇനി 3 അക്ഷരങ്ങൾ വരുമ്പോ എങ്ങനെയാ നോക്കിയോ? മ ച ലീ അല്ലേ? മ പ്ലസ് ച പ്ലസ് ലീ. ഇത് 3ഉം കൂടെ കൂട്ടി എഴുതുമ്പോ എന്താ വായിക്കുന്നത്? മച്ചലി. നെക്സ്റ്റ് തി പ്ലസ് ത പ്ലസ് ലീ. 3ഉം കൂടെ കൂട്ടുമ്പോ തിത്തലി. അപ്പൊ ശ്രദ്ധിച്ചോ? ഫസ്റ്റ് വൺ തി. തായുടെ ഏത് സൈഡിലാ ഈന്റെ ചിഹ്നം കൊടുത്തിരിക്കുന്നത്? ലെഫ്റ്റ് സൈഡില്. അപ്പം തി. തിത്തലി. ലീന്റെ ലായിന്റെ ഏത് സൈഡിലാ ഈന്റെ ചിഹ്നം കൊടുത്തിരിക്കുന്നത്? റൈറ്റ് സൈഡില് അല്ലേ? വലതുവശത്ത്. അന്നപ്പം അവിടെ തിത്തലി എന്ന് വന്നു. നെക്സ്റ്റ് ചത്തരി. എങ്ങനെ ചത്തരി എന്ന് എഴുതും? ച പ്ലസ് ത പ്ലസ് രീ അല്ലേ? നമ്മള് ഡിറ്റേഷൻ വരുമ്പം ചത്തരി എന്ന് പറയുമ്പം ഈ മുകളിലോട്ട് നോക്കിയിരിക്കരുത്. അമ്മയുടെ വായിലോട്ട് നോക്കിയിരിക്കരുത്. എങ്ങനെ എഴുതും? ച ത രീ എങ്ങനെ എഴുതും? രാ എഴുതിയിട്ട് ലെഫ്റ്റ് സൈഡിലാണോ റൈറ്റ് സൈഡിലാണോ? കൺഫ്യൂഷൻ ആയി ഇല്ല? നമുക്ക് കൺഫ്യൂഷൻ ഇല്ല. ഇപ്പൊ പഠിച്ചു അല്ലെ? റൈറ്റ് സൈഡിലാണ് ഈന്റെ ചിഹ്നം വരുന്നത്. അപ്പം ചത്തരി.
പഠിച്ചു അല്ലേ? നെക്സ്റ്റ്, नीचे दिए गए चित्रों को देखो और शब्दों की बिंदु लगी मात्राओं पर पेंसिल चलाओ. അല്ലേ? എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്ന അക്ഷരങ്ങൾക്ക് അവിടെ ഈന്റെ ചിഹ്നം വരുന്ന വാക്കുകൾക്ക്, ഈന്റെ ചിഹ്നത്തിന് എന്താണ് പെൻസിലും കൊണ്ട് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അതെ. മച്ചലി, മച്ചലി മീൻസ് ഫിഷ്. അവിടെ ഈന്റെ ചിഹ്നത്തിന് പെൻസിലും കൊണ്ട് ആ ഡോട്ടിന്റെ മുകളിലൂടെ വരച്ചു. തിത്തലി, ബട്ടർഫ്ലൈ. ബബ്ലി, പാനി, വാട്ടർ. റാണി, ക്യൂൻ. നാനി, ഗ്രാൻഡ് മദർ. നെക്സ്റ്റ്, ഹാത്തി, എലിഫന്റ്. സീട്ടി, വിസിൽ. ശ്രദ്ധിക്കുന്നുണ്ടോ ടെക്സ്റ്റ് ബുക്കില്? വായിപ്പിക്കും ഞാനേ. കഴിഞ്ഞ ആഴ്ച വായിച്ചവരുടെ ലിസ്റ്റ് കയ്യിലുണ്ട്, ബാക്കിയുള്ളവർ ഇന്ന് വായിപ്പിക്കും. നെക്സ്റ്റ്, പഠനാഭ്യാസ്. रीता बिजली गई. दीपक ला. दीप जला. पानी पिला. बुकिल ശ്രദ്ധിക്കേ. बिजली आ गई. अब खीर बना. दही ला. थाली लगा. भाई आ खाना खा. खीर खा. खाना खाकर सितार बजा. गीत गा. मीना, मीना आ साथ साथ गीत गा. മീന, മീന വരൂ, നമ്മുടെ കൂടെ പാട്ട് പാടൂ എന്നാ പറയുന്നത് അല്ലെ? ഓക്കെ. പഠന അഭ്യാസ്. നെക്സ്റ്റ്, നാനി പാനിയിലായി. നാനി പാനിയിലായി. ഫാത്തിമ മെഹ്റീൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ ക്ലാസ് ശ്രദ്ധിക്കൂ കേട്ടോ. पानी पीकर मिठाई खाई. मिठाई खाकर ताली बजाई. ताली बजाकर एक कविता गाई. कविता गाई कितनी भाई. नेक्स्ट, चित्र देखकर खाली स्थान में चित्र का नाम लिखो. ചിത്രം നോക്കിയിട്ട് അവിടെ വിട്ടുപോയിട്ടുണ്ടല്ലേ, മിസ്സായിട്ടുണ്ട്, അവിടെ എഴുതിയിട്ടില്ല, ഡാഷ് ഇട്ടെടുത്ത് നമ്മൾ ആ ചിത്രത്തിന്റെ പേര് എഴുതണം. അതാണ് പറയുന്നത്. എന്താണ്? ഫസ്റ്റ് വൺ മച്ചലി. സെക്കൻഡ് തിത്തലി. തിത്തലി മീൻസ് ബട്ടർഫ്ലൈ. തീർ, ഖടി, ചടി, കീൽ, ചീൽ, ദീപ്. ഇതെല്ലാം കണ്ടോ? ഈക്ക് മാത്രാക്ക ശബ്ദമാണ് അല്ലെ? ഈന്റെ ചിഹ്നമുള്ള വാക്കുകൾ. ഓക്കെ. ലാസ്റ്റ് വൺ സീതാർ, ഥാലി. ഥാലി എന്ന് പറഞ്ഞ എന്താണ്? പ്ലേറ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ്, ചിത്രക്കോ ദേഖുകർ സഹി ശബ്ദ പർ ടിക്ക് അല്ലെ? ടിക്ക് എന്ന് പറഞ്ഞാല് ശരി, ശരി എന്നുള്ളതാണ്. ഔർ ഗലത്ത് പർ. ഗലത്ത് എന്ന് പറഞ്ഞ എന്താണ്? തെറ്റ്. ഗലത്ത് പർ തെറ്റിന്റെ മാർക്ക് കാണിച്ചിട്ടുണ്ട്. ക ചിഹ്ന ലഗാവോ. ചിത്രം നോക്കിയിട്ട് ശരിയായതിന് ശരിയിടുക, തെറ്റായതിന് തെറ്റിടുക. നെക്സ്റ്റ്, ഹാത്തി. ഫസ്റ്റ് വൺ ഹാത്തിയാണ് കറക്റ്റ് അല്ലെ? ഹാത്തി എന്ന് പറഞ്ഞാല് എലിഫന്റ്. അവിടെ പിക്ചർ എലിഫന്റിന്റെ പിക്ചറാണ്. അപ്പൊ നമുക്ക് ഹാത്തിയാന്ന് അറിയാം. നെക്സ്റ്റ്, അത് പെൺകുട്ടിയല്ല, ലടുക്കിയല്ല, അമ്മയാണ് അല്ലെ? മഹിള, വലിയ സ്ത്രീയാണ്. മഹിള, റൈറ്റ് ആൻസർ മഹിള. നെക്സ്റ്റ്, ചീനി. അതിന്റെ പുറത്ത് ആ പിന്നെ പാക്കറ്റിന്റെ പുറത്ത് എഴുതിയിട്ടുണ്ടല്ലേ, പൂവർ ഷുഗർ ചീനി എന്ന് എഴുതിയിട്ടുണ്ട്. ചീനി, ചീനിയാണ് കറക്റ്റ്. നെക്സ്റ്റ് വൺ റാണി അല്ലെ? റാണി. നെക്സ്റ്റ്, കളറാണ് അവിടെ സൂചിപ്പിക്കുന്നത്. കളർ നീല, പീല എന്നൊക്കെ അല്ലെ? നീലി, നീലി, ബ്ലൂ. നെക്സ്റ്റ്, അവിടെ കളറ് മിസ്സിന് അവിടെ വയലറ്റ് ആണ് ഇരിക്കുന്നത്. അപ്പം വയലറ്റ് കളറിന് നമ്മൾ ബൈങ്കനി എന്ന് പറയും. ഫാത്തിമ മെഹറി പേജ് നമ്പർ 33. അവിടെ നിങ്ങൾക്ക് അവിടെ ബ്ലാക്ക് ആണെന്ന് പറഞ്ഞു അല്ലെ? അപ്പം കാലി, കാലിയാണ് അവിടെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ്, ഗാഡി, വണ്ടിയാണ് അവിടെ അല്ലെ? ലോറിയാണ് അവിടെ. അപ്പം ഗാഡി. നെക്സ്റ്റ്, സാരി. സാരി മീൻസ് സാരി.
നെക്സ്റ്റ് ഛതരി. ഛതരി അംബ്രല്ല. ഇവിടെ 2 CT എന്നാ കൊടുത്തിരിക്കുന്നത്. അവിടെ നോക്കിയേ, അക്ഷരങ്ങൾ നോക്കിയേ, CT CT അല്ലെ. അപ്പൊ അത് ഏത് ടായാണ് കറക്റ്റ്? രണ്ടാമത്തതാണ്, വിസിൽ. വിസിൽ എന്നുള്ളതിന് സി ഫസ്റ്റത്തെ ടായാണ് അല്ലെ, CT. അതാണ് ശരി, രണ്ടാമത്തതാണ് കറക്റ്റ്. അതിന്റെ മുകളിലത്തെ CTക്ക് എന്താന്ന് അർത്ഥം അറിയോ നിങ്ങൾക്ക്? അത് പറഞ്ഞ ലാഡർ, ഏണി എന്നാണ് പറയാ ആ CT എന്നുള്ളത്. ഫസ്റ്റ് വൺ CT ലാഡർ. നമുക്ക് ഇവിടെ ലാഡർ അല്ല കൊടുത്തിരിക്കുന്നത് അല്ലെ, വിസിലാണ്. അപ്പൊ അത് രണ്ടാമത്താണ് കറക്റ്റ്. ഈ की मात्रा लगाकर शब्द पूरा करो. പേജ് നമ്പർ 34. ഇതിന്റെ ചിഹ്നം ചേർത്തിട്ട് ആ ശബ്ദം പൂരിപ്പിക്കുക. വാക്ക്, ശബ്ദം മീൻസ് വേർഡ്, വാക്ക്. ഫസ്റ്റ് വൺ നോക്കിയേ, എക്സാമ്പിള് ച ഇന്ന കൊടുത്തിരിക്കുന്നത് അല്ലെ, തെറ്റാണ് വാക്ക്. അവിടെ ഇതിന്റെ ചിഹ്നം കൊടുത്ത് അത് കറക്റ്റ് ആക്കണം. എങ്ങനെയാണ്? ചീനി. സെക്കൻഡ് വൺ ലഡ്കി, ബിജലി, തിത്തലി, സീത, ഗീത, രീത, പീഡ്, ചീൽ, ഗീത്, ദീവാലി, മൻമാനി, രാജധാനി. ഇവിടെയൊക്കെ കണ്ട നിങ്ങള് ഇതിന്റെ ചിഹ്നം കൊടുത്തിരിക്കുന്ന ഏത് സൈഡിലാണ്? റൈറ്റ് സൈഡില് അല്ലെ, അക്ഷരങ്ങളുടെ റൈറ്റ് സൈഡില്. ഓക്കെ. നെക്സ്റ്റ്, ചിത്ര ദേഖുക ദോനോ വസ്തുവോം കെ നാം ലിഖോ. അവിടെ 2 വസ്തുക്കൾ കാണുന്നുണ്ട് ആ പിക്ചേഴ്സില്. 2, ദോനോ എന്ന് പറഞ്ഞാൽ 2 എണ്ണം. ദോ എന്ന് പറഞ്ഞാൽ 2, ദോനോ എന്ന് പറഞ്ഞാൽ 2, ഒന്നിൽ കൂടുതലുള്ളതിന് ദോനോ. ആ 2 വസ്തുക്കളുടെയും പേരെഴുതണം എന്നാ പറയുന്നത്. ഫസ്റ്റ് വൺ എക്സാമ്പിൾ താലി. താലി പറഞ്ഞ പ്ലേറ്റ്. ഖീർ എന്താണ്? വെണ്ണ അല്ലെ. അപ്പം 2 പറഞ്ഞു. നെക്സ്റ്റ് മച്ഛലി, പാനി. 2 വസ്തുക്കളില്ലേ? മച്ഛലി, പാനി. നെക്സ്റ്റ് ദീപ്, ബാലി. നെക്സ്റ്റ് രാജ, റാണി. നെക്സ്റ്റ് നീല, പീല. ഇവിടെ നീല കളറാണ് അല്ലെ, നീല, പീല. ഓക്കെ. നെക്സ്റ്റ് ഖാലി സ്ഥാൻ ഭരോ. എന്താണ് ഖാലി സ്ഥാൻ ഭരോ എന്ന് പറഞ്ഞാല്? ഭരോ എന്ന് പറഞ്ഞ ഭർണ എന്ന് പറഞ്ഞാൽ നിറയ്ക്കുക. ഭരോ എന്ന് പറഞ്ഞാൽ നിറക്കുവിൻ. എന്താ നിറക്കുക എന്ന് പറഞ്ഞേ? അവിടെ ഡാഷ് ഇട്ടെടുത്ത് നമ്മള് അക്ഷരങ്ങൾ ചേർത്ത് നിറയ്ക്കാനാ പറയുന്നത് അല്ലെ, കംപ്ലീറ്റ് ആക്കാനാണ് പറയുന്നത്. ഫസ്റ്റ് വൺ പിക്ചർ കാണുമ്പോൾ നമുക്കത് അറിയാം അല്ലെ എന്താണെന്ന്. ഖടി. നെക്സ്റ്റ് തീർ, ചീൽ, കീൽ, നദി, ചീനി. ഇതാണ് റൈറ്റ്, കറക്റ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് പേജ് നമ്പർ 35. ചിത്രം കോ ശബ്ദ കെ സാത്ത് മിലാവോ. ചിത്രങ്ങളുടെ ശബ്ദം, വാക്കുകൾ റൈറ്റ് സൈഡ് കൊടുത്തത് കറക്റ്റ് ആക്കിയിട്ട് മാച്ച് ചെയ്യാനാണ് പറയുന്നത്. ഫസ്റ്റ് വൺ പിക്ചർ കാണുന്നത് നമ്മൾക്ക് ഇവിടെ എന്താണ്? ചീറ്റ അല്ലെ, പുലിയാണ് കാണുന്നത്. ഫസ്റ്റ് നോക്കുമ്പോൾ നമുക്കൊരു കടുവയോ പുലിയോ തോന്നും. അപ്പൊ നമുക്ക് ഈ റൈറ്റ് സൈഡിലെ വാക്കുകൾ ഫസ്റ്റ് ഒന്ന് വായിച്ചു നോക്കണം. ഫാത്തിമ മെഹറിൻ, റാണി. ലെഫ്റ്റ് എന്താണെന്നോ? റാണി അതവിടെ രാജ, രാജാവാണ് അവിടെ കാണുന്നത് അല്ലെ, രാജ. ലിസൺ, കണ്ടിന്യൂ. എവിടെയാണ്? ചീത്ത. ഫസ്റ്റ് വൺ ചീത്ത, സെക്കൻഡ് വൺ ചീൽ, തേർഡ് വൺ പീപ്പിൾ. പീപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അരയാലാണ് കേട്ടോ, ബനിയൻ ട്രീ ആണ്. പീപ്പിൾ. ഹാത്തി, ശീശ. ശീശ മീൻസ് മിറർ, കണ്ണാടി. ചീൽ, ചീൽ എന്ന് പറഞ്ഞാൽ തടാകം, ലേക്ക്. ഓക്കെ. വാക്യ പൂരേക്കരോ. കംപ്ലീറ്റ് ദ സെന്റൻസ്. എന്താണ് വാക്യം എന്ന് പറഞ്ഞാൽ? എന്താണ്? സെന്റൻസ് ആണ് കേട്ടോ. വാക്യ, ശബ്ദ് വേർഡ്, വാക്യ സെന്റൻസ്. വാക്യം പൂരിപ്പിക്കുക, സെന്റൻസ് കംപ്ലീറ്റ് ആക്കുക. ഫസ്റ്റ് വൺ സിപാഹി ഹമാരി രക്ഷാ കർത്താ ഹേ. സെക്കൻഡ് വൺ ദർജി കപ്പടാ സിൽത്താ ഹേ. തേർഡ് വൺ नानी कहानी कहती है. फोर्थ वन लड़की पढ़ाती है.
Fourth one, sorry, fifth one, दीदी खाना बनाती है. Okay, next, लिखो. ഇവിടെ കൊടുത്തിരിക്കുന്ന വാക്കുകള് നിങ്ങൾ എല്ലാവരും എഴുതിയിട്ടുണ്ടോ ഇതൊക്കെ? ഉണ്ട്. ഫസ്റ്റ് വൺ ചട്പടി, സീട്ടി, സീഠി, കീട, പഠായി. ആ വാക്കുകളൊക്കെ നന്നായിട്ട് എഴുതി പഠിച്ചത് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണത്. നെക്സ്റ്റ്, ഈ ഔർ ഈ की मात्रा वाले शब्दों को अलग अलग लिखो. എന്താണ് അലഗ് അലഗ് ലിഖോ എന്ന് പറഞ്ഞാല്? അലഗ് അലഗ് പറഞ്ഞാൽ വെവ്വേറെ, ലിഖോ എന്ന് പറഞ്ഞാൽ എഴുതുക, എഴുതുവിൻ. എന്താണ് ഫസ്റ്റ് വൺ? ഈന്റെ ചിഹ്നങ്ങളുള്ള, ആരും കൈയൊന്നും ഉയർത്തണ്ട, ഇവിടെ മിസ് പറയുന്നത് കേൾക്കുക, എന്നിട്ട് അത് എഴുതുക. ഇപ്പൊ പറയുന്ന കാര്യം ഇപ്പൊ എഴുതുക, ലാസ്റ്റ് നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ സമയം തരും. ഫാത്തിമ മെഹ്റിൻ, വീഡിയോ ഓഫ് ആക്കല്ലേ, കാണുന്നുണ്ട് കേട്ടോ, ശ്രദ്ധിച്ചിരിക്കുക, പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഡൗട്ട് ചോദിക്കുമ്പോൾ ഡിസ്റ്റർബൻസ് ആ കുട്ടികൾക്ക്. നിങ്ങൾ ഇപ്പൊ പറയുന്ന കാര്യം ഇപ്പൊ ശ്രദ്ധിക്ക്. ഫസ്റ്റ് ഈന്റെ ചിഹ്നങ്ങളുള്ള വാക്കുകൾ നിങ്ങൾ തന്നെ എഴുതിയതാണ്, അതിപ്പോ മിസ് പറഞ്ഞുതരാൻ കറക്റ്റ് ആണോ നോക്കുക. ഫസ്റ്റ് ഹിരൺ, ജിറാഫ്, ചിടിയ, ഗിർഗിഡ്, ഖടിയാൽ. ഇത്രയും വാക്കുകളാണ് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഈന്റെ ചിഹ്നം ചേർത്തിട്ട് വരുന്ന ഈന്റെ കോളത്തിലുള്ളത്. റൈറ്റ് സൈഡിൽ ഈ की मात्रा का शब्द ഏതാണ്? ചീത്ത, മച്ചലി, രീച്ച്, ഹാത്തി, ചീൽ. ഇത്രയും വാക്കുകളാണ്. നെക്സ്റ്റ് സഹി ഉച്ചാരൺ കരോ. അവിടെ ആ വാക്കുകള് കറക്റ്റ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്യാനാ പറയുന്നത്, ഉച്ചരിക്കാൻ. പ്രൊനൗൺസ് മീൻസ് ഉച്ചാരണം. അതായത് അവിടെ കൊടുത്തിരിക്കുന്ന വാക്കുകളുടെ ഉച്ചാരണം എങ്ങനെയാന്ന് നോക്കാം. കില, കീൽ. കണ്ടോ ചിഹ്നങ്ങൾ വരുമ്പോ വ്യത്യാസം കണ്ടോ? കില, കീൽ. കില എന്നുള്ളതിന്റെ ചിഹ്നം, ഈന്റെ ചിഹ്നം ലെഫ്റ്റ് സൈഡിൽ വന്നു. ഈ की मात्रा എവിടെ വന്നു? റൈറ്റ് സൈഡിൽ വന്നു. കീൽ. ശില, ശീല. പിട, പീഡ. ഖില, ഖീൽ. ദിൻ, ദീൻ. സിൽ, സീൽ. പില, പീല. ദിയ, ദിയ. മിൽ, മീൽ. ഇങ്ങനെയാണ് ഇത് വായിക്കേണ്ടത്. ഇപ്പം ചിഹ്നങ്ങൾ വരുമ്പോ അതിന്റെ വ്യത്യാസം കണ്ടില്ലേ? എങ്ങനെയാ പറയേണ്ടത് മനസ്സിലായില്ലേ? അതെ. നെക്സ്റ്റ്, ചിത്ര ദേഖോ ഔർ ലിഖോ. ചിത്രം നോക്കിയിട്ട് എഴുതുക എന്നാ പറയുന്നത് അല്ലേ? ഫസ്റ്റ് ഒരു തിത്തലീനെ അവിടെ കാണുന്നുണ്ടല്ലേ? അവിടെ അതിന്റെ കളർ എന്താണ്? യെല്ലോ കളറാണ്. അതുകൊണ്ട് അവിടെ പീലി തിത്തലി. അവിടെ പീലി എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ? യെല്ലോ കളറിൽ നമുക്ക് ഇവിടെ ഒരു തിത്തലി മാത്രമേ ഉള്ളത്. അപ്പം പീലി തിത്തലി. നെക്സ്റ്റ്, നീലി സാരി അല്ലേ? നീല കളറുള്ള സാരി ഉടുത്തത് കൊണ്ടാണ് നീലി സാരി. ഷിഹാസേ എന്താണ്? സിറ്റ് പ്രോപ്പർലി. നെക്സ്റ്റ് എന്താണ് നിങ്ങൾ എഴുതിയത്? നിങ്ങൾ എന്താ എഴുതിയെന്ന് അറിയില്ല. അവിടെ ഹരി ഖാസ് എന്നാണ് എഴുതിയത്. ഹരി ഖാസ്. ഓക്കെ. മച്ചലി പാനി. ഓക്കെ. ലാസ്റ്റ് എന്താ എഴുതിയാറില്ല? നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ നീലി തിത്തലി എന്ന് എഴുതാം. ഇവിടെ ഇപ്പുറത്തെ സൈഡിലില്ലേ നീല കളറുള്ള തിത്തലി? നീല എല്ലാം ഇവിടെ കാണുന്നത് എന്താ? നിങ്ങളുടെ കളർ എന്താന്ന് അറിയില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഹരി സാരി അല്ലെ ഹരി മഹിള എന്നോ അങ്ങനെ എന്തെങ്കിലും എഴുതാം. ഹരി സാരി എന്നോ എഴുതാം, നീലി തിത്തലി എന്ന് എഴുതാം, എന്ത് വേണം എഴുതാം കേട്ടോ. ആ കളറിനനുസരിച്ച് നിങ്ങൾക്ക് അവിടെ അതിന് മാറ്റം വരുത്താം. ഓക്കെ. നമ്മുടെ 7ാമത്തെ പാഠം ഒന്നുകൂടെ നമ്മൾ പഠിച്ചു അല്ലേ? പഠിക്കുക തന്നെ ചെയ്തു. ഇനിയിപ്പോ ഒന്ന് ഡീറ്റെയിൽ ക്ലാസ് ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ബുക്ക് എടുത്തേ, നോട്ട് ബുക്കിന്റെ ബാക്ക് പേജിൽ നിന്ന് ഡേറ്റ് എഴുതിക്കേ.
Okay. Are you ready? Yes. Okay. First one. अर्थ लिखो अर्थम मछली मछली इंग्लिश वर्ड मछली എങ്ങനെയാ മച്ചലി എന്ന് എഴുതുക ഏതൊക്കെ അക്ഷരങ്ങളും ഏതൊക്കെ ചിഹ്നങ്ങളും വേണം എഴുതിക്കോ മച്ചലി അതിന്റെ ഇംഗ്ലീഷ് വേർഡ് അതാണ് അർത്ഥം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് വേർഡ് എഴുതുകയാണ് മച്ചലി ഏതൊക്കെ അക്ഷരങ്ങൾ വരണം അറിയാം അല്ലേ ഏത് ഛായാണെന്ന് നമുക്കറിയാം അല്ലേ നമ്മൾ കണ്ടു പഠിക്കണം ആദ്യം അക്ഷരങ്ങൾ ഏതൊക്കെയാന്ന് മച്ചലി ച വ്യഞ്ജനാക്ഷരങ്ങൾ ച ഛ ജ ഛ 4 എണ്ണം വരുന്നുണ്ടല്ലേ അപ്പം അതിൽ ഏത് ചായാണെന്ന് നമ്മൾ കണ്ട് മനസ്സിലാക്കണം ആദ്യം എന്നാലേ നമുക്ക് മച്ചലി എന്ന് പറയുമ്പോ ഏത് ചായ എഴുതണ്ടെന്ന് അറിയുള്ളൂ അല്ലേ അമ്മന്ന അതെ മച്ചലി ഓക്കെ നെക്സ്റ്റ് തിത്തലി തിത്തലി Answer. Write fast. Tittali. നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് മിസ് ഇപ്പോൾ ഡിറ്റേഷൻ ഇടുന്നത് അല്ലേ അപ്പൊ തെറ്റിയാൽ എന്ത് ചെയ്യണം നോക്കി എഴുതരുത് ആരും തെറ്റിയാൽ നമ്മളത് വീണ്ടും പഠിക്കണം തെറ്റിയാൽ എന്താ അതിന് അർത്ഥമാക്കേണ്ടത് നമ്മളത് പഠിച്ചിട്ടില്ല എന്നാണ് അതിനർത്ഥം അല്ലേ അപ്പൊ പഠിക്കണമെങ്കിൽ നമ്മൾ തന്നെ സ്വയം തീരുമാനം എടുക്കണം ഇത് തെറ്റിയിട്ടുണ്ട് എന്നാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാനത് പഠിക്കും അങ്ങനെ ഒരു 3 പ്രാവശ്യം എഴുതി പഠിക്കണം തെറ്റിയാല് ഓക്കെ ഇനിയിപ്പോ ഒരു ചിഹ്നം തെറ്റിന്ന് വെച്ചാൽ അമ്മ അവിടെ നിന്ന് അടിക്കാൻ വന്നെങ്കിൽ പറയണം എനിക്കത് കുഴപ്പമില്ല ഞാനിപ്പോ എഴുതി പഠിക്കുന്ന അമ്മയോട് പറയണം പഠിക്കണം അല്ലാതെ പഠിക്കാതെ തെറ്റിയിട്ട് അടിയും മേടിച്ചിട്ട് അവിടെ ഇരിക്കരുത് ഓക്കെ നെക്സ്റ്റ് പാനി 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 Okay. Next, Rani. Rani. Next, Nani. Nani. Next, Hathi. കൂടുതൽ വാക്ക് എഴുതിക്കുന്നത് നിങ്ങൾക്ക് എന്തിനാണെന്നറിയോ അക്ഷരങ്ങളും ചിഹ്നങ്ങളും ഒന്ന് എഴുതുമ്പോഴേ പഠിക്കുള്ളൂ നമ്മള് ഹാത്തി നെക്സ്റ്റ് വൺ ഹാത്തി ഒരു വാക്ക് മിസ്സായിരുന്നു ബബ്ലി ബബ്ലി നെക്സ്റ്റ് ബബ്ലി ഏതൊക്കെ അക്ഷരങ്ങൾ വരണം ബ ബ ബ എന്ന് പറയുമ്പോ ഏത് അക്ഷരം വരുന്നേ ബ തന്നെ അല്ലേ ബ ബ ലീ അവിടെയാണ് ചിഹ്നം വരുന്നത് ബബ്ലി കുര്യനെ കോങ്കണ്ണ് വരുമല്ലോ ഇപ്പൊ എവിടെയാ നോക്കുന്നേ
ലാസ്റ്റ് ഞാൻ പറയാം ആരൊക്കെ നോക്കി എഴുതിയത്. മുഹമ്മദ് ടി അവിടെ എന്തെടുക്കുക? ബുക്ക് കാണുന്നില്ല ഞാൻ. അവന്റെ തലയും കൈയും മാത്രം കാണുന്നുണ്ട്. എഴുതുന്നുണ്ടോ മുഹമ്മദേ? CT എഴുതിയായിരുന്നോ? CT ലാസ്റ്റ് വൺ CT. ശരിയോ? നെക്സ്റ്റ് മതിയോ? ഓക്കെ എന്നാ മതി. എത്ര എണ്ണമായി? 8th അല്ലേ? ഓക്കെ 8 എണ്ണമായി. 2 എണ്ണം കൊടുത്തരാം. 10 എണ്ണം എടുക്കാം നമുക്ക്. നെക്സ്റ്റ് ഹാത്തി. ഹാത്തി എഴുതിയാണോ? എഴുതി അല്ലേ? നെക്സ്റ്റ് ഖടി. ഖടി. ഖടി മീൻസ് വാച്ച്. ഖടി. ഏതൊക്കെ അക്ഷരങ്ങൾ വരണം? ഖ ഡി. ഏത് ഡായാണ്? അതാണ്. ഇതൊക്കെ ശ്രദ്ധിക്കണം. ഖ എഴുതുമ്പോ ഏത് ഖായാണ്? ഖാസേ ഖടി എന്ന് പഠിച്ചിട്ടുണ്ട് നമ്മൾ അല്ലേ? ക ഖ ഗ ഖ. 4ാമത്തെ ഖായാണ്. ഖ ഡ. ഏത് ഡാ എഴുതും? കൺഫ്യൂഷൻ ആയല്ലോ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നമ്മള് പഠിക്കുമ്പം ആ വാക്കുകളും അക്ഷരങ്ങളൊക്കെ കണ്ണിലോട്ട് പകർത്തണം. എന്താട്ടോ ഏത് ഡായാണെന്നൊക്കെ ചിലപ്പോ കണ്ണിന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ അത് കയ്യിലോട്ട് വരും എഴുതുമ്പോ. ഖടി. ഓക്കെ നെക്സ്റ്റ് ചീൽ. ഫിനിഷ്. ചീൽ. ചീൽ മീൻസ് ഈഗിൾ. പരുന്ത്. കഴിഞ്ഞു. അപ്പൊ ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ തന്നെ ഡിറ്റേഷൻ എഴുതി നിങ്ങൾ തന്നെ കറക്റ്റ് ചെയ്യാണ്. അപ്പൊ കള്ളത്തരം കാണിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ കൈയോട് പറയണം കള്ളത്തരം കാണിക്കരുതെന്ന് പറയണം കേട്ടോ. ഫസ്റ്റ് ശരിയാണോ നോക്കിക്കോ. മച്ചലി. മച്ചലിന്ന് ടെക്സ്റ്റ് ബുക്കിലുള്ളത് കറക്റ്റ് ആണോ നിങ്ങൾ എഴുതിയിരിക്കുന്നതെന്ന് നോക്കിക്കോ. മച്ചലി കറക്റ്റ് ആണെങ്കിൽ ഫിഷ്, അതാണ് അതിന്റെ അർത്ഥം. മച്ചലി ഫിഷ്. ശരി ഇട്ടോളുക. സെക്കൻഡ് വൺ തിത്തലി ബട്ടർഫ്ലൈ. ശരിയാണെങ്കിൽ മാത്രം ശരിയിടാവൂ. ചിലപ്പോ നമ്മുടെ കൈ കള്ളത്തരം കാണിക്കും. അപ്പൊ അത് നോക്കണം നിങ്ങൾ കേട്ടോ. പാനി വാട്ടർ. റാണി ക്യൂൻ. നാനി ഗ്രാൻഡ് മദർ. ഹാത്തി എലിഫന്റ്. ബബ്ലി ബബ്ലി. സിടി വിസിൽ. അപ്പം ഇംഗ്ലീഷിലെ അർത്ഥം ഇംഗ്ലീഷ് വേർഡ് കറക്റ്റ് ആണോ നോക്കണം സ്പെല്ലിങ്. അതുപോലെ ഹിന്ദിയിൽ ചിഹ്നങ്ങൾ എഴുതിയ ശരിയാണോ നോക്കണം. ഇതെല്ലാം ശരിയാണെങ്കിലേ ഫുള്ള് കറക്റ്റ് ആവുള്ളൂ. ചിഹ്നങ്ങൾ തെറ്റിയ തെറ്റാണ് വാക്ക്. ഓക്കെ ഒന്ന് അറ്റൻഡൻസ് എടുത്തോട്ടെ. മാർക്ക് നിങ്ങൾ ഇടുക. അറ്റൻഡൻസ് എടുത്തേണ്ട മാർക്ക് പറയാം. അനിഹ മോഹൻ. അലൻ തോമസ്. അനീറ്റ. മുഹമ്മദ് നാഫി. മുഹമ്മദ് ടി. സയാൻ. അനഘ സുരേഷ്. ഹന്ന. ജുവൽ. അമന്ന. കുര്യൻ. ആൻസൺ. ഹൈഫ. ശ്രീഹരി. ഫാത്തിമ മെഹറിൻ. എറിക്. ഫറ ഫാത്തിമ. മുഹമ്മദ് അഫ്ല. ഇഫ്ര ഫാത്തിമ.
മാളവിക, ടെസ മരിയ, ഷിഹാസ്. ഷിഹാസ് അന്ന് പിന്നെ എഴുതി പഠിക്കാൻ വന്നിട്ട് എഴുതിയോ? അങ്ങനെ പഠിച്ചിട്ടുണ്ടോ എന്നിട്ട്? അടുത്ത ക്ലാസ്സിൽ നിന്നെ കൊണ്ട് ഞാൻ വായിപ്പിക്കും. ഒന്ന് കൂട്ടുകാർ ഓർപ്പിക്കണേ മിസ്സിനെ, ഷിഹാസിനെ പാഠഭാഗം വായിപ്പിക്കാൻ ഒന്ന് ഓർപ്പിക്കണം കേട്ടോ. ഹന്ന, അമന്ന, പറ ഇവരൊക്കെ ഒന്ന് ഓർപ്പിക്കണേ എല്ലാരും തന്നെ. ഏത് ലെസണാ? ഇപ്പൊ നമ്മളിപ്പോ റിവിഷൻ ചെയ്ത പാഠം വായിപ്പിക്കും. നന്നായിട്ട് വായിച്ചിട്ട് നല്ല വഴക്ക് ഞാൻ തരും. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ട് നീ അതെനിക്ക് മെസ്സേജ് സെൻഡ് ചെയ്തില്ലല്ലോ ഷിഹാസെ. എഴുതി പഠിക്കാൻ പറഞ്ഞിട്ട് നീ എനിക്കത് സെൻഡ് ചെയ്തിട്ടില്ല. ചെയ്തോ? ചെയ്തിരുന്നോ? എനിക്ക് അയച്ചു തന്നോ നീ? യെസ് ഓർ നോ? നോ, തന്നിട്ടില്ല. ഇവൻ പറഞ്ഞ അനുസരിച്ചിട്ടില്ല. അപ്പൊ നിനക്ക് അടുത്ത ക്ലാസ്സിൽ നിനക്ക് നല്ല പണിഷ്മെന്റ് ഉണ്ടാവും. അപ്പൊ നന്നായി വായിച്ചിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് ക്ലാസ് കയറിയാ മതി ഷിഹാസ്. ഇനി ആരുടെ പേര് വിളിക്കാത്തുണ്ടോ? എല്ലാരും വിളിച്ചു. അപ്പൊ 23 പാർട്ടിസിപ്പൻസ് ആണിന്ന്. ഓക്കെ, അപ്പൊ നമ്മുടെ സമയം തീരാൻ പോവാണ്. അടുത്ത ക്ലാസ്സില് ഇതിന്റെ ബാക്കി ഇതുണ്ടല്ലേ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ട്, ബാക്കി പൂരേക്കരോ അതിടും, വായിപ്പിക്കും, പാഠഭാഗം വായിപ്പിക്കും. ഇനി എന്താണ് ഈ പാഠത്തിൽ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. 3 മിനിറ്റ് ഉണ്ട് നമുക്ക് ഇനി. നോ ഡൗട്ട്? ഓക്കെ, അപ്പൊ നന്നായിട്ട് വായിച്ചിട്ട് വരിക. ഒരാഴ്ച സമയം ഉണ്ടായിരുന്നു, ഇനിയിപ്പം 3 സമയമുള്ളൂ. ഈ ഒരാഴ്ച വായിക്കാത്തവർ ഈ സമയം കൊണ്ട് നന്നായിട്ട് വായിച്ചിട്ട് വരിക. ഫാത്തിമ മെഹർ, പ്ലീസ് അൺമ്യൂട്ട്. ആറാമത് പറഞ്ഞത് ബുക്കിൽ ഞാൻ കിട്ടിയിട്ടില്ല. ചെറിയിടാൻ നോക്കിയാലും കിട്ടിയിട്ടില്ല. മോളെ എനിക്കൊന്നും ക്ലിയർ ആയില്ലല്ലോ പറഞ്ഞത്, മനസ്സിലായില്ല. ആറാമത് ഡിക്റ്റേഷൻ അത് ശരിയിടാന്റെ ബുക്ക് പറഞ്ഞാൽ അതിൽ കണ്ടിട്ടില്ല. മോളൊന്ന് മിസ്സിന് മെസ്സേജ് സെൻഡ് ചെയ്താൽ മതി. ഒന്നും ക്ലിയർ ഇല്ല മോളെ, എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഫോണില് മെസ്സേജ് സെൻഡ് ചെയ്യാം. ഓക്കെ, ബൈ, സീ യു നെക്സ്റ്റ് പീരീഡ്. ബൈ.